തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ശ്രീകാര്യത്ത് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ലക്ഷ്മി ജെ.ആറിനൊപ്പമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് ചൂടെന്നൊക്കെ പറയുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്തും ചൂടേറിയ പ്രചരണത്തിൽ തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. എങ്ങനെയുണ്ട് പ്രചരണം? പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 5 ദിവസത്തോളം ആകുന്നു. നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് ഒരു സ്വാധീനമുള്ള ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡെന്ന നിലയിൽ എങ്ങനെയാണ് ഒരു വിജയ സാധ്യതയൊക്കെ എങ്ങനെ കാണുന്നത്? സ്വാധീനം എന്നതിലപ്പുറം ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വികസനം എന്ന പേരിൽ ഇവിടെ നടക്കുന്ന അഴിമതി എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങളിപ്പോൾ പ്രചരണത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. നമുക്ക് കിട്ടുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹോപ്പുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വാർഡ് വിഭജനമെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതെങ്ങനെയാണ് ഈ ഒരു വോട്ടിനെ ബാധിക്കുന്നുള്ളൊരു ഒരു പേടിയുണ്ടോ? പേടി ഇല്ല. ജനങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഇപ്പം അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പം പ്രചരണത്തിലേക്കൊക്കെ കിടക്കും. എന്തൊക്കെയാണ് ഒരു മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ നല്ല പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നൽകുന്നത്? പ്രതീക്ഷകൾ ഞങ്ങൾ പറയുന്നത് ശരിക്കും ശ്രീകാര്യം എന്ന് പറയുന്നൊരു വാർഡിൻ്റെ സമഗ്ര വികസനം അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു അഴിമതിയും കാര്യങ്ങളും അതെല്ലാം ഞങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും ഒരു വികസനം അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും. ഇപ്പോൾ ഞങ്ങൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പല സൈഡിലും പല റോഡുകളിലേക്കും പോകുമ്പോൾ ശരിക്കും റോഡുകളുടെ അവസ്ഥയായാലും ഈ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അവസ്ഥയായാലും വളരെ മോശമാണ്. ശരിക്കും സഞ്ചാരയോഗ്യത ഇല്ലാത്ത സ്ഥലങ്ങളാണ് ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. അതുപോലെ തന്നെ ഞങ്ങൾ ശരിക്കും ഒരു ജീവിതശൈലി മാത്രമല്ല ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ശരിക്കും ഒരു ഇൻഫ്രാസ്ട്രക്ചറും കൂടി ഞങ്ങൾക്കെല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു അതിയായൊരു ആഗ്രഹത്തിനാണ് പോകുന്നത്. എന്തൊക്കെ കടമ്പകളാണ്? ഇപ്പം UDFും അത്യാവശ്യം ശക്തമാണ്, അതുപോലെ തന്നെ ഇടതുപക്ഷം ഓൾറെഡി സ്ട്രോങ് ആയി നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പം എന്തൊക്കെയാണ് കടമ്പകൾ? ഒരു ത്രികോണ പോരാട്ടത്തിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളും സജ്ജമാണ്. UDFും LDFും മാത്രമല്ല ഞങ്ങളും അതിനകത്ത് സജ്ജമാണ്. ഞങ്ങളും സർവ്വസജ്ജമാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം എന്തൊക്കെയായിരിക്കും ഒരു കടമ്പ ഒരു പ്രതിസന്ധികൾ എന്തൊക്കെ മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികൾ ഈ വാർഡ് വിഭജനത്തിൻ്റേത് ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അത് തരണം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പം നമ്മോടൊപ്പം ഉണ്ടായത് ശ്രീകാര്യം വാർഡിലത്തെ ലക്ഷ്മി ജെ.ആർ എന്ന NDA സ്ഥാനാർത്ഥിയാണ്. എന്തായാലും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.